Okay, hello, welcome back to the 8085-ൻ്റെ പിൻ ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറയുന്നത് A8 to A15 is higher order address. We will call it as a higher order bus. It's a unidirectional bus. ഇവിടെ നമ്മൾ അഡ്രസ് ബസ്സായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഹയർ ഓർഡർ അഡ്രസ് ബസ് അഡ്രസ് ബസ്സായിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് AD0 to AD7. AD0 to AD7 12 മുതൽ 19 വരെയുള്ള പിന്നുകൾ AD0 to AD7 ആണ്. വിൽ കോൾ ദാറ്റ് ബസ് ആസ് എ multiplexed address bar data bus. It's a bidirectional bus. And ഈ മൾട്ടിപ്ലക്സ്ഡ് ബസ് ഒരേ സമയം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ് ബസ്സായിട്ടും അതേപോലെ ഡാറ്റ ബസ്സായിട്ടും ആക്ട് ചെയ്യും. ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റാറ്റസ് സിഗ്നൽ. ഈ ഡിപ്പെൻഡ് ഓൺ ദ സിഗ്നൽ ഇൻ ALE. ALEയിൽ 1 ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി എന്താവും, അഡ്രസ് ബസ്സായിട്ട് ആക്ട് ചെയ്യും. ALE 0 ആണെങ്കിൽ ഇത് ഡാറ്റ ബസ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അടുത്ത പിന്നാണ് ALE, അഡ്രസ് ലാച്ച് എനാബിൾ. ALE is known as അഡ്രസ് ലാച്ച് എനാബിൾ. അഡ്രസ് ലാച്ച് എനാബിൾ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് പിൻ ഈസ് S0 and S1. S0 and S1 will call it as data bus status. These are status signals. If S0 is equal to 0 and S1 is equal to 0 ആണെങ്കിൽ ഹോൾട്ട് സ്റ്റേജിലാണ് ഡാറ്റ ബസ് ഉണ്ടാവുക. ഇനി അതേപോലെ S1 is equal to 1 and S0 is equal to 1 and S1 is equal to 0 ആണെങ്കിൽ റൈറ്റ് സ്റ്റാറ്റസ് ആണ് കീപ്പ് ചെയ്യുക. ആൻഡ് അതേപോലെ ഈ S1 is equal to സ്റ്റാറ്റസ് സിഗ്നൽ ഇവിടെ ഞാൻ ഇവിടെ കാണിക്കാം, നോക്കട്ടെ, ഇവിടെ ചിലപ്പോൾ ഞാൻ ഒരു ഓക്കെ റൈറ്റ് സ്റ്റാറ്റസ് ആണ് ഉണ്ടാവുക. അതേപോലെ ഈ S1 is equal to 1 and S0 is equal to 0 ആണെങ്കിൽ അത് റീഡ് സ്റ്റാറ്റസിലാണ് ഉണ്ടാവുക. S1 1ഉം S0 0 ആണെങ്കിൽ റീഡ് ആയിരിക്കാം സ്റ്റാറ്റസ് ഉണ്ടാവുക. ദെൻ S1 is equal to 0 അതേപോലെ S0 is equal to 1 ആണെങ്കിൽ റൈറ്റ് സ്റ്റാറ്റസ് ആണ് ഉണ്ടാവുക. S1 0ഉം S0 1ഉം ആണെങ്കിൽ റൈറ്റ് ആയിരിക്കും സ്റ്റാറ്റസ്. ആൻഡ് ഇഫ് ബോത്ത് ഇൻപുട്സ് ആർ 1 ആണെങ്കിൽ ഫെച്ച് എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ് ഉണ്ടാവുക. ഫെച്ച്. അപ്പോൾ 3 സ്റ്റാറ്റസ് ആണ് ഉണ്ടാവുക. റൈറ്റ് സ്റ്റാറ്റസ്, അതേപോലെ ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, S0 is equal to 0 and S1 is equal to 0 ആണ് ഹോൾട്ട് ആയിരിക്കും. S1 is equal to 0 1 ആണെങ്കിൽ റൈറ്റ് ആയിരിക്കും. 1 0 എന്നാണെങ്കിൽ റീഡ് ആയിരിക്കും. 1 1 ആണെങ്കിൽ അത് എന്തായിരിക്കും, ഫെച്ച് സ്റ്റാറ്റസും ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. അടുത്ത പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് റീഡ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട്. റീഡ് ബാർ എന്നുള്ള പിന്നുണ്ട്. റീഡ് ബാറിലെ പിന്നിലെ സ്റ്റാറ്റസ് സിഗ്നൽ നോക്കിയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയാം. റീഡ് ബാർ മീൻസ് ഇഫ് റീഡ് ബാർ സിഗ്നൽ 0 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റീഡ് ഓപ്പറേഷൻ. സെലക്ട് ചെയ്തിരിക്കുന്ന മെമ്മറിയിൽ ഒരു റീഡിങ് ഓപ്പറേഷൻ, മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ റൈറ്റ് ബാറിലെ സിഗ്നൽ 0 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റൈറ്റിംഗ് ഓപ്പറേഷൻ. ഡാറ്റ ബസ്സിലുള്ള കണ്ടന്റ് മെമ്മറിയിൽ റൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കാം നടക്കുന്നത്. അപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറിയിലേക്ക് എന്തെങ്കിലും കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ബാർ സിഗ്നൽ 0 ആയിരിക്കണം. അതേപോലെ ഈ സ്റ്റാറ്റസ് സിഗ്നൽ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് ബാർ സിഗ്നൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ സിഗ്നൽ റീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ IO ബാർ M ബാർ എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൂടെ ഉണ്ട്. IO ബാർ M ബാർ മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ മെമ്മറി എന്നുള്ളതാണ്. അപ്പോൾ ഈ സിഗ്നൽ 1 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ മെമ്മറി റിലേറ്റഡ് 1 ആണെങ്കിൽ IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ കീബോർഡിൽ നിന്നോ അതല്ലെങ്കിൽ
മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ അതേപോലുള്ള ഡിവൈസ് സ്കാനറിലേക്കോ അല്ലെങ്കിൽ മൈക്രോഫോണിലേക്കോ എന്തെങ്കിലും ഡാറ്റ അങ്ങോട്ടേക്ക് കൊടുക്കാനും വാങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് IO ബാർ M ബാർ എന്ന സ്റ്റാറ്റസ് സിഗ്നൽ 1 ആയിരിക്കണം. മെമ്മറിയിൽ നിന്നാണ് ഡാറ്റ എന്തെങ്കിലും റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് സിഗ്നൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്റ്റീവ് ലോ സിഗ്നലാണത്. ഈ സിഗ്നൽസിൻ്റെ സ്റ്റാറ്റസുകളാണ് നമ്മൾ നേരത്തെ ഇതിൽ കണ്ടിരുന്നത്. അപ്പോൾ IO ബാർ M ബാർ എന്ന് പറയുന്നത് 0 ആണ്, എന്ന് പറഞ്ഞാൽ മെമ്മറി റിലേറ്റഡ് ആണ്. ആൻഡ് S0 S1 1 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് എൻ കോഡ് ഫെച്ച് ഓപ്പറേഷൻ. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കോഡ് ഫെച്ച് ചെയ്യുക, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിന് ഫെച്ച് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻ ആയിരിക്കാം. അതേപോലെ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടന്റ് റീഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മെമ്മറി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ IO ബാർ M ബാർ സ്റ്റാറ്റസ് സിഗ്നൽ 0 ആയി. ഓക്കെ, ദെൻ ഇവിടെ 0 ആണ്. അതേപോലെ S0 ആൻഡ് S1 1 0 എന്നുള്ള രീതിയിലാണുള്ളത്. റീഡിങ് ഓപ്പറേഷനാണ് ഇപ്പം നടക്കുന്നത് അർത്ഥം. സ്റ്റാറ്റസ് സിഗ്നൽ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ റീഡ് ബാർ സിഗ്നൽ 0 തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ മെമ്മറിയിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിൽ IO ബാർ M ബാർ 0 ആണ്. റൈറ്റിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് സ്റ്റാറ്റസ് സിഗ്നൽ നേരത്തെ ഞാൻ പറഞ്ഞു S1 0 S0 1 ആണെങ്കിൽ മാത്രമേ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ബാർ സിഗ്നലും 0. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ മെമ്മറിയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് റൈറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാറ്റസ് സിഗ്നൽസ് ഇതേപോലെ സെറ്റ് ചെയ്താൽ മാത്രമേ ഡാറ്റ ബസ്സിലുള്ള കണ്ടന്റ് അവിടെ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി IO ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള സ്റ്റാറ്റസ് സിഗ്നൽ ഇതേപോലെ ഉണ്ടാവാം. അതേപോലെ ഇൻട്രപ്റ്റുകൾ എന്തെങ്കിലും അക്നോളജ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് സിഗ്നൽ ഇൻട്രപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അവിടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് 1 ആയിരിക്കണം. ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത് ചെയ്യുക, ഇൻട്രപ്റ്റ് ചെയ്യുക നോർമൽ കേസിൽ. അതുകൊണ്ട് അവിടെ ഇൻട്രപ്റ്റ് ഫെച്ചിങ് ആയതുകൊണ്ട് അവിടെയും 1 1, അതുപോലെ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് 0 ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് പറയുന്നത്. ഇനിയും ധാരാളം പിന്നുകളുണ്ട്. ഓരോ പിന്നുകളായിട്ട് നമുക്ക് നോക്കാം. ഒരു പിന്നെ നമ്മൾ പറയുന്നത് ഹോൾഡ് അതേപോലെ HLDA ഹോൾഡ് പറയാം ആദ്യം. അതേപോലെ INTA ഹോൾഡ് എന്ന് പറഞ്ഞ പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു DMA ഓപ്പറേഷൻ മീൻസ് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് ഡയറക്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഒരു ഡിവൈസിനെ ഹോൾഡ് ചെയ്ത് വേറൊരു ഡിവൈസ് അഡ്രസ് ബസ്സിനും ഡാറ്റ ബസ്സിനും വേണ്ടി റിക്വസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, some other, say for example, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് റിക്വസ്റ്റിംഗ് ദ കൺട്രോൾ ഓഫ് അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്. അങ്ങനെയാണെങ്കിൽ CPU ഇതിനുള്ള ഈ ഹോൾഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ it will relinquish the use of buses as soon as the completion of its operation. അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിഗ്നലാണ് എന്ത് പറയുന്നത്, ഹോൾഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ഈ ഡാറ്റ ബസ്സിൻ്റെയും അതേപോലെ അഡ്രസ് ബസ്സിൻ്റെയും കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഹോൾഡ് എന്ന് പറയുന്നത്. അതിന് അക്നോളജ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഹോൾഡ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലുള്ള മറ്റൊന്നാണ് റെഡി എന്ന് പറയുന്ന സിഗ്നൽ. ഈ റെഡി ഹൈ ആണെങ്കിൽ റീഡ് ഓർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെമ്മറി ഓർ പെരിഫറൽ ഈസ് റെഡി ടു സെൻഡ് ഓർ റിസീവ് ഡാറ്റ. ഇഫ് റെഡി സിഗ്നൽ ഈസ് ഏതെങ്കിലും ഡിവൈസ് റെഡി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് റെഡി സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്തത്. റെഡി ലോ ആണെങ്കിൽ CPU എന്ത് ചെയ്യും, ഇറ്റ് വിൽ വെയിറ്റ് ഫോർ റെഡി സിഗ്നൽ ടു കം. എപ്പോഴാണ് റെഡി ആവുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഡിവൈസിന് ഞാൻ റെഡിയാണ് എന്ന് ആ ഡിവൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ ആ ഡിവൈസിലേക്ക് എന്തെങ്കിലും റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യാനുള്ള സിഗ്നൽസ് സെൻഡ് ചെയ്യുള്ളൂ. ദെൻ പിന്നെയുള്ള പിന്നുകൾ ഇതേപോലെ ഇൻട്രപ്റ്റ് പിന്നുകളാണ്. ധാരാളം ഇൻട്രപ്റ്റ് പിന്നുകളുണ്ട്, ഏകദേശം 5ഓളം ഇൻട്രപ്റ്റ് പിന്നുകൾ മൈക്രോപ്രോസസറിലുണ്ട്. പിന്നെ ഒരു ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് പിന്നുമുണ്ട്. INTR എന്ന് പറയുന്നൊരു ഇൻട്രപ്റ്റ് ഉണ്ട്, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. INTR മീൻസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ഒരു ജനറൽ പർപ്പസ് ഇൻട്രപ്റ്റ് ആണത്. ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോപ്രോസസർ നോർമൽ
ഒരു ഇൻട്രപ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു വേറൊരു ഡിവൈസ് പെട്ടെന്ന് മൈക്രോ പ്രോസസറിൻ്റെ അറ്റൻഷൻ കിട്ടാനാണെങ്കിൽ സാധാരണ രീതിയിൽ ഇൻട്രപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സേ ഇഫ് ദാറ്റ് സിഗ്നൽ ഈസ് ആക്റ്റീവ് മീൻസ് ഇൻട്രപ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ ദി പ്രോഗ്രാം കൗണ്ടർ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ് ഏതാണെന്നുള്ളത് ലോഡ് ചെയ്യും. അതേപോലെ ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അഡ്രസ്സുകൾ നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇൻട്രപ്റ്റിന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി ഇൻട്രപ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള പിന്നാണ് എന്ന് പറയുന്നത് INTR പിൻ എന്ന് പറയുന്നത്. പിന്നെ INTA എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് പിന്നാണ്. ഇൻട്രപ്റ്റ് അക്നോളജ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഇൻട്രപ്റ്റ് ഈസ് അക്നോളജ്ഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒരു ഇൻട്രപ്റ്റ് ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രപ്റ്റ് റെഡിയാണ് എന്ന് ഇൻട്രപ്റ്റിനെ അക്നോളജ് ചെയ്യുന്ന സിഗ്നലാണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് പിൻ. ദെൻ ട്രാപ്പ്, RST 7.5, 6.5, RST 5.5 ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ്. ആ ഇൻട്രപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ ഒരു സെഷനായിട്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ പാർട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ദാറ്റ്സ് ഓൾ നൗ. ഇത്രയാണ് പിൻ ഡയഗ്രത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സീരിയൽ ഇൻപുട്ട് ആൻഡ് സീരിയൽ ഔട്ട്പുട്ട്, സീരിയൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള 2 പിന്നുകളുണ്ട്. മൈക്രോ പ്രോസസറിൽ പാരലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, അതേപോലെ സീരിയലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ സീരിയൽ ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഉപയോഗിക്കുക. ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഉപയോഗിക്കുക. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഒരു പിന്ന് ബാക്കി കിടക്കുന്നത് X1 ആൻഡ് X2 എന്ന് പറയുന്ന 2 പിന്നുകളാണ്. ഇത് മൈക്രോ പ്രോസസറിൻ്റെ ക്ലോക്ക് ഇൻപുട്ട് പിന്നുകളാണ്. നമ്മൾ മൈക്രോ പ്രോസസറിനെ ക്ലോക്ക് ചെയ്യണം. അതിന് ഇൻറ്റേർണൽ പിന്നെ ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോക്ക് ചെയ്യുക. ക്രിസ്റ്റൽ കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ പ്രോസസറിനെ ക്ലോക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ നേരെ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഇൻറ്റേർണൽ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ 3 പിന്നുകളുണ്ട്. ഒന്ന് X1 ആൻഡ് X2. X1 X2ൽ 6 MHz കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 3 MHz ആയിരിക്കും. നേരെ പകുതി ആയിരിക്കും ഉണ്ടാവുക. ക്ലോക്ക് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു പിന്ന് ഉപയോഗിച്ചാണ് മൈക്രോ പ്രോസസറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ഡിവൈസിനെ മൈക്രോ പ്രോസസറിനനുസരിച്ച് തന്നെ ക്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് ഔട്ട് പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ഏതെങ്കിലും പിന്നുകൾ നമ്മൾ വിട്ടോ? ക്ലോക്ക് പിന്നെ VCC, ഗ്രൗണ്ട്, ക്ലോക്ക് ഔട്ട് പറഞ്ഞു. മറ്റേതെങ്കിലും റീസെറ്റ് ഔട്ട്, റീസെറ്റ് ചെയ്യാൻ എക്സ്റ്റേണൽ ഡിവൈസസിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി. CPUs ബീങ് റീസെറ്റ്. അതുമാത്രമല്ല ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിസ്റ്റം റീസെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. മൈക്രോ പ്രോസസറിൻ്റെ അനുസരിച്ച് തന്നെ ബാക്കിയുള്ളതിനെയൊക്കെ ഒരേ സമയം റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലോക്ക് റീസെറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. മൈക്രോ പ്രോസസറിൻ്റെ ആർക്കിടെക്ചർ, അതേപോലെ മൈക്രോ പ്രോസസറിൻ്റെ പിൻ ഡയഗ്രാം, അതേപോലെ അതിൻ്റെ പിന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്റ്റാറ്റസ് സിഗ്നൽസിൻ്റെ രീതികൾ, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് മോഡൽ, അതുപോലെ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കഷനിൽ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.